ഹലോ ഓൾ, എല്ലാവർക്കും ഐ+ന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്ലാന്റുകളിലെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനെ കുറിച്ചായിരുന്നു. അതിൽ തന്നെ നമ്മൾ ബഡ്ഡിങ്ങും ലെയറിങ്ങാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലെയറിങ് നോക്കാം അല്ലേ. ലെയറിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെത്തേഡ് ഓഫ് പ്രൊപ്പഗേഷൻ നാച്ചുറലി ഇൻ സം പ്ലാന്റ്സ് അല്ലേ, സ്ട്രോബെറീസ്, അഡിയാൻഡം, ഹൈഡ്രോകോട്ടയിൽ എക്സെട്ര ടു പ്രൊപ്പഗേറ്റ് പ്ലാന്റ്സ് വെ കട്ടിങ് ഡു നോട്ട് റൂട്ട് ഈസിലി അല്ലേ. അപ്പോൾ നമുക്കിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പഗേഷൻ വളരെ ഈസി ടൈപ്പാണ് അല്ലേ, വലിയ കോംപ്ലക്സ് പ്രോസസ്സ് ഒന്നും തന്നെ അല്ല. ലെസ് കോസ്റ്റ് ആൻഡ് ലേബർ റിക്വയർമെൻറ്റ്. ഇപ്പോൾ ലെയറിങ് ചെയ്യാൻ വേണ്ടി വലിയ കോസ്റ്റ് ചാർജോ അല്ലെങ്കിൽ വലിയ ലേബേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ലാർജർ സൈസ്ഡ് പ്ലാന്റ്സ് ഇൻ ഷോർട്ട് ടൈം. ഷോർട്ട് ടൈമിൽ തന്നെ നമുക്ക് ലാർജ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാം. ഓൺലി മിനിമം പ്രൊപ്പഗേഷൻ ഫെസിലിറ്റീസ് അല്ലെ, ഈ പ്രൊപ്പഗേഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ലാബ് കണ്ടീഷൻസും ക്ലൈമറ്റിക് കണ്ടീഷൻസും അങ്ങനെ വലിയ ഫീച്ചേഴ്സ് ഒന്നും വേണ്ട. ഡിസഡ്വാൻറ്റേജസ്, അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ എന്തായാലും അവിടെ എന്തും കാണും, കുറച്ച് ഡിസഡ്വാൻറ്റേജസും കാണും. നോക്കാം. ലെയറിങ് ഈസ് ലിമിറ്റഡ് ടു സർട്ടൺ ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് വിച്ച് പ്രൊഡ്യൂസ് ലോ ലയിങ് ബ്രാഞ്ചസ് അല്ലേ. ഇപ്പം എല്ലാ പ്ലാന്റ്സിലും ഒന്നും ലെയറിങ് പോസിബിൾ ആയില്ല. ലോ ലയിങ് ബ്രാഞ്ചസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രോബെറി, ഗൂസ്ബെറി പോലെയുള്ള പ്ലാന്റുകളിൽ മാത്രമേ ഈ ലെയറിങ് പോസിബിൾ ആവത്തുള്ളൂ. അപ്പോൾ എല്ലാ പ്ലാന്റ്സിലും നമുക്ക് ലെയറിങ് ചെയ്യാമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ പണിപാടും. Number of new plants which can be produced by layering from a mother stock plant is low as compared to cutting അല്ലേ. അതുപോലെ തന്നെ നോക്കി, നമ്പർ ഓഫ് ന്യൂ പ്ലാന്റ്സ് വിച്ച് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ലെയറിങ് ഫ്രം എ മദർ സ്റ്റോക്ക് പ്ലാന്റ് ഈസ് ലോ ആസ് കമ്പയർഡ് ടു കട്ടിങ്. ഇപ്പോൾ നമുക്ക് കട്ടിങ് വഴി പ്രൊഡ്യൂസ് ചെയ്തെടുക്കാവുന്ന പ്ലാന്റ്സിൻ്റെ കാളിലും കുറവായിരിക്കും എന്ത്, ഈ ഒരു ലെയറിങ് വഴി പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്ന പ്ലാന്റ്സ്. റിക്വയർസ് ഡെയിലി വാട്ടറിങ് അല്ലേ. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഒരു പ്രോപ്പർ ഗ്രോത്ത് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഡെയിലി മോണിറ്ററിങ്ങും വാട്ടറിങ്ങും ഒക്കെ വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. മെയിൻ ഡിസഡ്വാൻറ്റേജസ് എല്ലാ പ്ലാന്റ്സിലും ലെയറിങ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് ലെയറിങ് നോക്കാം. സിമ്പിൾ ലെയറിങ്, ബെൻഡിങ് എ ബ്രാഞ്ച് ടു ഗ്രൗണ്ട് and covering it partially with a rooting medium but leaving the terminal tip region exposed. Tip of branch is sharply bent to an upright position about 10 to 15 cm. Back from tip, sharp bending is necessary to induce rooting. Rooted segment of the branch is then separated and transplanted. Example rose. അപ്പോൾ സിമ്പിൾ ലെയറിങ് നോക്കിയേ, ബെൻഡിങ് എ ബ്രാഞ്ച്, ഒരു ബ്രാഞ്ച് എന്ത് ചെയ്യുന്നു, ആ ബെൻഡ് ചെയ്ത് ഇങ്ങനെ ഗ്രൗണ്ടിലേക്ക് കിടക്കുക. ആൻഡ് കവറിങ് ഇറ്റ് പാർഷ്യലി വിത്ത് റൂട്ടിംഗ് മീഡിയം അല്ലേ, അതിനെ പാർഷ്യലി റൂട്ടിംഗ് മീഡിയം വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ബട്ട് ലിവിങ് ദ ടെർമിനൽ ടിപ്പ് എന്ത് ചെയ്യായിരിക്കും, എക്സ്പോസ്ഡ് ആയിരിക്കും. ബാക്കിയൊക്കെ റൂട്ട് കൊണ്ട് കവേർഡ് ആയിരിക്കും. ടിപ്പ് ഓഫ് ബ്രാഞ്ച് ഈസ് ഷാർപ്ലി ബെൻഡ് ടു ആൻ അപ്രൈറ്റ് പൊസിഷൻ അല്ലേ. ഇതിലെ ടിപ്പ് അപ്രൈറ്റ് പൊസിഷനിൽ ബെൻഡ് ചെയ്തിട്ടിരിക്കുകയായിരിക്കും. 10 to 15 cm കാണും. ഷാർപ്പ് ബെൻഡിങ് ഈസ് നെസസറി ടു ഇല്ലേ, ഈ ഒരു ഷാർപ്പായിട്ടുള്ള ബെൻഡിങ് ആവശ്യമാണ് റൂട്ടിങ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, റൂട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു സെഗ്മെൻറ്റിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് പുതിയ പ്ലാന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പം സിമ്പിൾ ലെയറിങ് നടത്തുന്നത് റോസിലാണ്. ഓക്കെ അല്ലേ, റോസ്. ഇനി ടിപ്പ് ലെയറിങ്. Rooting occurs near tip of a current season's shoot which is bent to the ground and covered with a rooting medium. Okay അല്ലേ, ശ്രദ്ധിച്ച്. ടിപ്പ് വിൽ നോട്ട്, ഇവിടെ റൂട്ടിംഗ് ഒക്കേഴ്സ് നിയർ ദ ടിപ്പ് ഓഫ് കറണ്ട് സീസൺസ് ഷൂട്ട് അല്ലേ, വിച്ച് ഈസ് ബെൻഡ് ടു ദി ഗ്രൗണ്ട് ആൻഡ് കവേർഡ് വിത്ത് റൂട്ടിംഗ് മീഡിയം. അതായത് ഇവിടെ ടിപ്പാണ്, റൂട്ടിംഗ് എവിടെയാണ്, ടിപ്പിന് നിയറിലായിട്ടായിരിക്കും ഒക്കർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ടിപ്പ് വിൽ നോട്ട് കണ്ടിന്യൂ ഇറ്റ്സ് ഗ്രോത്ത് ഇൻ ലെങ്ത് ബട്ട് ഇൻസ്റ്റഡ് പ്രൊഡ്യൂസ് ആൻ അബണ്ടൻറ്റ് റൂട്ട് സിസ്റ്റം അല്ലേ. ഈ ടിപ്പ് പിന്നെ ഗ്രോ ഒന്നും ചെയ്യില്ല, പക്ഷെ അതെന്ത് ചെയ്യുന്നുണ്ട്, അബണ്ടൻറ്റസ് ആയിട്ടുള്ളൊരു റൂട്ട് സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലാതെ അത് ഗ്രോ ഒന്നും തന്നെ ചെയ്യുകയില്ല. എക്സാമ്പിൾ ജാസ്മീനിയമാണ്. നമ്മുടെ ജാസ്മീൻ ഉണ്ടല്ലോ, ജാസ്മീനാണ് നമ്മുടെ എക്സാമ്പിളായിട്ടുള്ളത് ടിപ്പ് ലെയറിങ്. ഇപ്പോൾ സിമ്പിൾ ലെയറിങ് റോസയാണ്, ടിപ്പ് ലെയറിങ് ജാസ്മീനാണ്. ഇനി എയർ ലെയറിങ് നെക്സ്റ്റ് ആണ്. എയർ ലെയറിങ്, റൂട്ട്സ് ഫ്രം ആൻ ഏരിയൽ പാർട്സ് അല്ലേ, റൂട്ട് ഫ്രം ആൻ ഓക്കെ roots from an aerial part where stem has been girdled. Injured portion is covered with suitable rooting media like moss, sawdust or paddy straw and protected using polythene tape. When roots are formed, layers can be detached from the plants and plant transplanted.
എക്സാമ്പിൾ മാംഗോ. ഇപ്പം റൂട്ട്സ് ഫ്രം ഏരിയൽ പാർട്ടിൽ നിന്നുള്ള റൂട്ട്സ് ഫ്രം ഓൺ ഏരിയൽ പാർട്സ് വെയർ സ്റ്റെം ഹാസ് ബിൻ ഗിർഡിൽ അല്ലേ. അപ്പം ഏരിയൽ പാർട്ടിൽ നിന്നുള്ള റൂട്ട്. ഇഞ്ചേർഡ് പോർഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദാറ്റ് ഈസ് കവേർഡ് വിത്ത് ഗ്രോയിങ് ആയിട്ടുള്ള മോസോ സോഡസ്റ്റോ ഒക്കെ വെച്ച് ഗ്രോ ചെയ്യുന്നു. റൂട്ട് ഫോം ചെയ്ത് കഴിയുമ്പം അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഗ്രോ ചെയ്യുന്നു. മാംഗോ ആണ് എക്സാമ്പിൾ. എയർ ലെയറിങ്. നെക്സ്റ്റ് മൗണ്ട് ലെയറിങ്, ഓൾസോ കാൾഡ് സ്റ്റൂൾ ലെയറിങ്. ഞാനൊരു പിക്ചർ വെച്ചു എന്നായിരുന്നു വിചാരിച്ചത്. ഓക്കെ പോട്ടെ. ഓൾസോ കാൾഡ് സ്റ്റൂൾ ലെയറിങ്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക, ഇതിൻ്റെ പിക്ചർ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഓൾസോ കാൾഡ്, പിക്ചർ കാണാൻ ആഗ്രഹമുള്ളവർക്ക് അപ്പോൾ പിക്ചർ നമ്മൾ പഠിക്കുന്ന ടൈമിലാണ് നമ്മൾ പിക്ചറൊക്കെ കണ്ടുപിടിക്കുക. PSCക്ക് പിക്ചറൊക്കെ കണ്ടുപിടിച്ചതുകൊണ്ട് നമുക്ക് മൈൻഡിൽ നിൽക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയ പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പേടിക്കണ്ട. So also called stool layering, which involve cutting a plant to the ground level during dormant season. Soil is heaped around the base of the newly developing shoots to encourage the root formation. Plant with stiff branches that do not bend easily and that are capable of producing an abundance of shoot are used for this method. സൈഡിയം ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചേ, സ്റ്റൂൾ ലെയറിങ്ങിനെ തന്നെയാണ് മൗണ്ട് ലെയറിങ് എന്ന് വിളിക്കുന്നത്. കട്ടിങ് എ പ്ലാന്റ് ടു ദ ഗ്രൗണ്ട് ലെവൽ ഡ്യൂറിങ് ഡോർമെൻ്റ് സീസണിൽ പ്ലാന്റിനെ കട്ട് ചെയ്യുന്നു അല്ലേ. കട്ടിങ് എ പ്ലാന്റ് ടു ദി ഗ്രൗണ്ട് ലെവലിൽ കട്ട് ചെയ്യുന്നു. സോയിൽ ഈസ് ഹീപ്ഡ് അറൗണ്ട് ദ ബേസ്, അതിൻ്റെ ബേസിൽ എന്ത് ചെയ്യുന്നു, സോയിൽ ഹീപ്പ് ചെയ്യുന്നു. ന്യൂലി ഡെവലപ്പിംഗ് ഷൂട്ട്സ് എൻകറേജ് അല്ലേ. ഇങ്ങനെ പുതിയതായിട്ട് ന്യൂലി ഡെവലപ്പ് ചെയ്യുന്ന ഷൂട്ട്സ് എന്ത് ചെയ്യുന്നു, റൂട്ട് ഫോർമേഷനെ എൻകറേജ് ചെയ്യുന്നു. പ്ലാന്റ്സ് വിത്ത് സ്റ്റിഫ് ബ്രാഞ്ചസ് ദാറ്റ് ഡു നോട്ട് ബെൻഡ് ഈസിലി. ഇനി വല്ല സ്റ്റിഫായിട്ടുള്ള ബ്രാഞ്ചസ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യില്ല, അങ്ങനെ ഈസി ആയിട്ടൊന്നും ബെൻഡ് ചെയ്യാനായിട്ട് അതിന് പറ്റുകയില്ല. സോ ദറ്റ് ഈസ് ക്യാപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ആൻ അബണ്ടൻസ് ഓഫ് ഷൂട്ട് ആർ യൂസ്ഡ് ഫോർ ദിസ് മെത്തേഡ്. സൈഡിയം ഒക്കെയാണ് മെയിൻലി ഈ ഒരു മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. ഇതാണ് ലെയറിങ്. അപ്പോൾ ലെയറിങ്ങിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ലെയറിങ് ആണ് ട്രച്ച് ലെയറിങ്. Consists of growing plant or branches in a horizontal position in the base of a trench. Soil is filled around the new shoots as they develop so that the shoot base are etiolated. Roots will be developed from the base of these shoots which are later separated. അല്ലേ, ഇത് മെയിൻലി സെയിം തന്നെയാണ്. ഈ ലെയറിങ് ടെക്നിക്കുകളുടെ പേരിന് മാത്രമേ വ്യത്യാസം, പ്രൊസീജിയർ എല്ലാം സെയിം ആണ്. ഗ്രോയിങ് പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ഹൊറിസോണ്ടൽ പൊസിഷനിലുള്ളത് എടുക്കുന്നു അല്ലേ. ബേസിലുള്ള ഒരു ഹൊറിസോണ്ടൽ പൊസിഷനിലുള്ള ഗ്രോയിങ് ബ്രാഞ്ചസ് എടുക്കുന്നു. സോയിൽ ഈസ് ഫിൽഡ് അറൗണ്ട്, ഈ പുതിയ ബ്രാഞ്ചിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്യുന്നു, സോയിൽ ഫില്ല് ചെയ്യുന്നു. സോ ദാറ്റ് എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ഷൂട്ടസ് ഡെവലപ്പ് ചെയ്യുന്നു, റൂട്ടുകൾ ഡെവലപ്പ് ചെയ്യുന്നു. ഈ ഷൂട്ടിൻ്റെ ബേസിൽ നിന്നും റൂട്ടുകൾ ഡെവലപ്പ് ചെയ്യുന്നു. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നു. ആപ്പിൾ ആണ് എക്സാമ്പിൾ. അപ്പോൾ ലെയറിങ് അടുത്തൊരു മെത്തേഡായിരുന്നു. ലെയറിങ്ങും ഓക്കെയാണ്. ദെൻ ഗ്രാഫ്റ്റിംഗ്. ഗ്രാഫ്റ്റിംഗ് നോക്കാം. ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഒരു ഇമേജ് കാണിച്ചു തരാം. ഇതാണ് ഗ്രാഫ്റ്റിംഗ്. ലെയറിങ് ഞാൻ പിക്ചർ വരച്ചിട്ടുണ്ട്. ദേ കണ്ടോ, ഇതൊരു ബന്ധവുമില്ലാത്തൊരു പ്ലാന്റ്. ആ പ്ലാന്റിലേക്ക് ഇതേ പുതിയൊരു പ്ലാന്റിനെ കൊണ്ടുവന്ന് വെക്കുന്നു. രണ്ടുപേരുടെ ഗ്രാഫ്റ്റ് ചെയ്ത് ഒട്ടിച്ചങ്ങ് വെക്കുന്നു. ബഡിനെ അല്ല വെക്കുന്നത്, അതിൻ്റെ ആ ഒരു ഇത് കണ്ടോ. ഇതാണ് ഗ്രാഫ്റ്റിംഗ്. രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടോ. അപ്പം ഗ്രാഫ്റ്റിംഗ് എന്താണെന്നൊരു ഐഡിയ മൈൻഡിലേക്ക് വന്നല്ലോ. സോ ഇനി നമുക്ക് ഗ്രാഫ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. ഗ്രാഫ്റ്റിംഗ്, ആർട്ട് ഓഫ് കണക്റ്റിംഗ് ടു പീസ് ഓഫ് ലിവിങ് പ്ലാന്റ് ടിഷ്യൂസ് അല്ലേ. രണ്ട് പ്ലാന്റ് ടിഷ്യൂസിനെ കണക്റ്റ് ചെയ്യുന്ന ഒരു ആർട്ടാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്ന ആളാണ് അതിൻ്റെ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഗ്രാഫ്റ്റിംഗ് എന്താണ്, ഒരു ആർട്ടാണല്ലേ. എന്ത്, രണ്ട് ഡിഫറെൻറ്റ് പ്ലാന്റുകളെ നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് ചേർക്കുകയാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. They unite, grow, develop as one plant. രണ്ട് ഡിഫറെൻറ്റ് പ്ലാന്റ് എടുക്കുന്നു, അവയെ ഒരു പ്ലാന്റായിട്ട് നമ്മൾ വളർത്തിയെടുക്കുന്നു. ടു പീസസ് ആർ സ്റ്റോക്ക് ആൻഡ് സെഷൻ എന്ന് പറയാം. സ്റ്റോക്കും ഉണ്ട്, സെഷനും ഉണ്ട് അല്ലേ. എന്ത് ചെയ്തു, സ്റ്റോക്കും സെഷനും. സ്റ്റോക്ക് ഓൾസോ കോൾഡ് റൂട്ട് സ്റ്റോക്ക് ഓർ അണ്ടർ സ്റ്റോക്ക്. ഇറ്റ് ഈസ് ദ ലോവർ പോർഷൻ. നമ്മൾ ആ പിക്ചർ കാണിച്ചല്ലോ, ഈ ലോവർ പോർഷനെ നമ്മൾ സ്റ്റോക്ക് പ്ലാന്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് പോർഷൻ എന്ന് വിളിക്കുന്നു. ഗ്രാഫ്റ്റ് ഡെവലപ്ഡ് ദ റൂട്ട് സിസ്റ്റം അല്ലേ. പോർഷൻ ഓഫ് ദ ഗ്രാഫ്റ്റ് ഡെവലപ്പ്, റൂട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും. ഇറ്റ് മേ ബി സീഡ്ലിംഗ്, റൂട്ടഡ് കട്ടിംഗ് ഓർ ലെയർഡ് പ്ലാന്റ് ആയിരിക്കും. ഇനി അതാണ് സ്റ്റോക്ക്. ഇനി സെഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലെ സെക്കൻഡ് പ്ലാന്റ് അല്ലേ. ഈ മെയിനായിട്ട് these are the short piece of detachable shoot containing several dormant buds. ബഡ് ഇരിക്കുന്ന
ഡിറ്റാച്ച് ചെയ്തിട്ടുള്ള ഷൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക സിഷൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ദ അപ്പർ പോർഷൻ ഓഫ് ഗ്രാഫ്റ്റിൻ്റെ അപ്പർ പോർഷനാണ് സിഷൻ എന്ന് വിളിക്കുന്നത്. വിച്ച് ന്യൂ സ്റ്റെം ആൻഡ് ബ്രാഞ്ചസ്, അവിടെ നിന്നാണ് റൂട്ടല്ല പുതിയ സ്റ്റെമ്മുകളും ബ്രാഞ്ചസും ഒക്കെ ഗ്രോ ചെയ്ത് ഫ്ലവറിങ്ങും ഫ്രൂട്ടിങ്ങും ഒക്കെ നടത്തുന്നത്. ഇറ്റ് ഷുഡ് ബി ഓഫ് ഡിസൈറബിൾ കൾട്ടിവേറ്റഡ് ഫ്രീ ഫ്രം ഡിസീസ്. ഇപ്പം നമ്മൾ ഗ്രോ ചെയ്യേണ്ട മെയിൻ പാർട്ട് ഈ സിഷൻ ആണല്ലേ. അപ്പം സോ അതെന്തായിരിക്കണം, ഫ്രീ ഫ്രം ഡിസീസ് ആയിരിക്കണം. ഓക്കെ, പിക്ചർ നോക്ക്, കണ്ടോ, രണ്ട് പ്ലാന്റുകളെ ഒരുമിച്ച് ചേർക്കുന്ന ആ ഒരു ആർട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലെയറിങ് എന്ന് പറഞ്ഞു. ഇതാണ് സ്റ്റോക്ക്, ഇതാണ് സെഷൻ. സ്റ്റോക്ക് എന്ന് പറയുന്നത് റൂട്ടിംഗ് ആയിരിക്കും, സെഷൻ എന്ന് പറയുന്നത് ന്യൂ ബഡ്സ് ഒക്കെ ഫോം ചെയ്തിട്ട് പുതിയ ഫ്ലവറും റൂട്ടും ഒക്കെ നമുക്ക് തരുന്ന ഈ ഒരു മുകളിലത്തെ ഭാഗമായിരിക്കില്ല. രണ്ട് എ എന്നും ബി എന്നുമുള്ള രണ്ട് പ്ലാന്റുകളെ ഒരുമിച്ച് ചേർക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. യൂസ്ഫുൾ വെൻ കട്ടിങ്, ലെയറിങ്, ഡിവിഷന് ആൻഡ് അതർ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബാക്കി മെത്തേഡുകളൊക്കെ ഫെയിൽ ആവുന്നിടത്ത് നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. യൂസ്ഡ് ഫോർ ഒബ്റ്റൈനിങ് സ്പെഷ്യൽ ഫോംസ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത്, പ്ലാന്റ് ഗ്രോത്തിൻ്റെ സ്പെഷ്യൽ ഫോംസ്. ഫോർ റിപ്പയറിങ് ഡാമേജ്ഡ് പാർട്സ്, അല്ലേ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ട്രീയുടെ ഒക്കെ പാർട്ടുകൾ ഡാമേജ് ആവുകയാണെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. വിൽ എനേബിൾ ദി ടോപ്പ് വർക്കിംഗ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ടു സ്പീഡ് അപ്പ് റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി ഓഫ് സീഡ്ലിംഗ്, ഇതൊക്കെ എൻഹാൻസ് ചെയ്യുന്നതിന് യൂസ് ചെയ്യാം. ഫോർമേഷൻ ഓഫ് ഗ്രാഫ്റ്റ്, എങ്ങനെ ഗ്രാഫ്റ്റ് ഫോം ചെയ്യാം. ഫ്രഷ് കട്ട് സിഷൻ capable of meristematic activities is about to initiate contact with the freshly cut stock tissue. അപ്പോൾ എന്ത് ചെയ്യണം, മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ഉള്ള സെൽ ഡിവിഷൻ കപ്പാസിറ്റി ഉള്ള ഒരു സിഷനെ നമ്മൾ ഫ്രഷ്ലി കട്ട് ചെയ്തിട്ടുള്ള സ്റ്റോക്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ദിസ് ബ്രിങ് ദ കേംബിയൽ റീജിയൻ ഓഫ് ബോത്ത് ഇൻ ക്ലോസ് പ്രോക്സിമിറ്റി. ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ഷുഡ് ബി ഫേവബിൾ ടു പ്രൊമോട്ട് ദ ഗ്രോത്ത് ഇൻ ന്യൂലി എക്സ്പോസ്ഡ് സറൗണ്ടിങ് സെൽസ്, അല്ലേ. ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഒക്കെ അവിടെ എന്ത് ചെയ്യണം, ഈ ഒരു ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഔട്ടർ cell layer of cambial region of scission and stalk produce parenchyma cells soon അല്ലേ intermingle and interlock to form a callus tissues. അപ്പോൾ നമ്മളിപ്പം ഇതിൻ്റെ ഔട്ടർ സെൽ ലെയേഴ്സ്, അല്ലേ, ഈ അല്ലെങ്കിൽ കേംബിയൽ റീജിയൺ ഓഫ് ഈ സിഷൻ്റെയും സ്റ്റോക്കിൻ്റെയും കേംബിയൽ റീജിയൻസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, പാരൻകൈമാറ്റൽ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലേ. പ്രൊഡ്യൂസ് പാരൻകൈമാറ്റൽ സെൽസ് ടു ഫോം എ കാലസ് ടിഷ്യൂ. എന്നിട്ട് എന്തായിട്ട് മാറും, കാലസ് ടിഷ്യൂ ആണ്. ന്യൂ കേംബിയൽ സെൽസ് ആർ ഫോംഡ് ഫ്രം ദ കാലസ്. ഈ കാലസിൽ നിന്നും പുതിയ കേംബിയൽ സെൽസ് ഫോം ചെയ്യും. ലൈൻ വിത്ത് കേംബിയം ലെയേഴ്സ് ഓഫ് ഇൻഡാക്ട് സിഷൻ ആൻഡ് സ്റ്റോക്ക്. ന്യൂ കേംബിയൽ സെൽസ് പ്രൊഡ്യൂസ് ന്യൂ വാസ്കുലാർ ടിഷ്യൂ. ന്യൂ കേംബിയൽ സെൽസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ന്യൂ വാസ്കുലാർ ടിഷ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യും. സൈലം ടുവേർഡ്സ് ഇൻസൈഡ് ആൻഡ് ഫ്ലോയം ഔട്ട്സൈഡ്. ദിസ് ഈസ് ദ റിക്വസ്റ്റ് ഓഫ് ദ സക്സസ്ഫുൾ ഗ്രാഫ്റ്റ് യൂണിറ്റ്. അപ്പോൾ എന്തായി, സക്സസ്ഫുള്ളി ഗ്രാഫ്റ്റഡ് ആയി, അല്ലേ. ക്ലിയർ ആയോ? ഓക്കെ, ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോണേ. അതായത് നമ്മളൊരു ഫ്രഷ് കട്ടായിട്ടുള്ള സെഷൻ എടുത്തു. ഈ സെഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ഉള്ള സെഷനെ എടുത്തിട്ട് നമ്മൾ പ്രീവിയസ്ലി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റോക്കിലേക്ക് പ്ലേസ് ചെയ്ത് വെച്ചു. ദിസ് ബ്രിങ് ദ കേംബിയൽ റീജിയൻ, അല്ലേ. രണ്ടിൻ്റെയും കേംബിയൽ റീജിയൻസ് തമ്മിൽ ഇപ്പോൾ കോണ്ടാക്റ്റിലെത്തി. സോ എന്നിട്ട് ഇതിൻ്റെ ഗ്രോത്തിന് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഒക്കെ സെറ്റ് ചെയ്തു. ഇനി ഇവർ രണ്ടിനെയും കേംബിയൽ റീജിയൻസ് തമ്മിൽ കോണ്ടാക്റ്റിൽ വന്നപ്പോൾ ഈ കേംബിയൽ റീജിയൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, പാരൻകൈമാറ്റൽ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദാറ്റ് ഈ പാരൻകൈമാറ്റൽ സെൽസ് എല്ലാം കൂടി എന്ത് ഫോം ചെയ്യും, കാലസ് ഫോം ചെയ്യും. ഈ കാലസ് ന്യൂലി ഫോംഡ് ആയിട്ടുള്ള കേംബിയൽ സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ന്യൂലി കേംബിയൽ സെൽസ് ന്യൂ വാസ്കുലാർ ടിഷ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യും. സൈലം അങ്ങോട്ടേക്ക് എന്ത് ഇൻസൈഡിലോട്ടും ഫ്ലോയം ഔട്ട്സൈഡിലേക്കും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എന്തായി, അത് ഗ്രാഫ്റ്റഡ് ആയി നടത്തും. സോ ഹീലിംഗ് ഓഫ് ഗ്രാഫ്റ്റ് യൂണിയൻ ഈസ് ലൈക്ക് ഹീലിംഗ് ഓഫ് വൂണ്ട്. ഒരു മുറിവ് കരിയുന്നത് പോലെ തന്നെയാണ് അത് തമ്മിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഹീലിംഗ് പ്രോസസ്സ്. No intermingling of cell contents of region of graft union. Cell produced by stalk and scission maintain their own identity. Only if stalk and scission are compatible, graft union is formed permanently successful. Proper polarity is essential in graft union to be permanently successful. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടുപേരും അവരുടേതായ ഐഡൻറ്റിറ്റിയിലുള്ള സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഗ്രാഫ്റ്റിംഗ് നമുക്ക് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. Within a clone, പീച്ചാണ് എക്സാമ്പിൾ. ബിറ്റ്വീൻ ക്ലോൺസ് ഓഫ് എ സ്പീഷീസ്, രണ്ട് ക്ലോൺസുകൾ തമ്മിൽ ഫിർ
ബിറ്റ്വീൻ സ്പീഷീസ് പൈനസ്, സിട്രസ്, പ്ലം അങ്ങനെ. ബിറ്റ്വീൻ ജനറ ടുബാക്കോയ്, ടൊമാറ്റോയ്, ഡെറ്റ്യൂറ ടൊമാറ്റോ, ബ്രിഞ്ചാൾ പൊട്ടറി, ഇങ്ങനെ നമുക്ക് ചെയ്യാം അല്ലേ. ഇപ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ ചില എന്താണ് ഇപ്പം സെയിം സ്പീഷീസാണ്, ഇപ്പം ഒരേ റോസയിൽ തന്നെ 2-3 കളറിലെ ഫ്ലവറൊക്കെ വരുന്നത് കാണാം അല്ലേ. അതുപോലെ തന്നെ ചിലയിടത്ത് നമുക്കറിയാം ഒരു ഇപ്പോൾ നമുക്ക് അത്ഭുതപരമായിട്ട് ഇപ്പോൾ 2 ടുബാക്കോ മരത്തിൽ ടൊമാറ്റോ എന്ന് വെച്ചാൽ ടുബാക്കോ 2 സ്പീഷീസുകളാണ് അല്ലേ, അല്ലെങ്കിൽ 2 ഡിഫറെൻറ്റ് വെറൈറ്റീസിനെ തമ്മിൽ നമുക്ക് യോജിപ്പിക്കുവാനും ഒക്കെ എന്ത് ചെയ്യും, ഈ ഒരു ഗ്രാഫ്റ്റിങ്ങിൽ നടക്കും. ക്രാഫ്റ്റ് ചെയ്ത് വെക്കുക. ബിറ്റ്വീൻ ഫാമിലി അല്ലേ, ഫാമിലികൾ തമ്മിൽ ചെയ്യാൻ പറ്റും. ലെഗുമിനോസെ ഫാമിലി എന്നുള്ളൊരു പ്ലാന്റും അതുപോലെ തന്നെ കമ്പോസിറ്റേ ഫാമിലി എന്നുള്ളൊരു പ്ലാന്റും അങ്ങനെയൊക്കെ പറ്റും. ഇനി നമുക്ക് ഗ്രാഫ്റ്റിങ്ങിൻ്റെ ടൈപ്പുകൾ നോക്കാം അല്ലേ. വിപ്പ് ഗ്രാഫ്റ്റിംഗ്. Scission shoot is given a slanting cut and a similar cut is made on the root stalk. Cut surface are placed together and tied. അല്ലേ, ഇപ്പോൾ നമ്മൾ കട്ടിങ്ങിൻ്റെ ബേസിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ സമയത്ത് അല്ലെങ്കിൽ ബഡിങ് പറഞ്ഞ സമയത്ത് കട്ടിൻ്റെ ബേസിൽ ഡിവൈഡ് ചെയ്തില്ല. അതുപോലെ തന്നെ വിപ്പ് കട്ടിംഗ് എന്ന് പറയുമ്പോൾ സിഷ്യനിൽ നമ്മുടെ സിഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ മുകളിലത്തെ പാർട്ടല്ലേ, ഇതിപ്പോൾ താഴത്തെ പാർട്ട്. ഇവിടേക്ക് അതേ രീതിയിലുള്ള നമ്മളൊരു കട്ട് ജസ്റ്റ് സങ്കല്പിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ തൊപ്പി കണക്കിനായിപ്പോയി അല്ലേ, ഞാൻ ഉദ്ദേശിച്ചു വന്നത് വന്നില്ല. ഓക്കെ, കുഴപ്പമില്ല, ശ്രദ്ധിച്ചോ. അപ്പടെ പോട്ടെ. സിഷൻ ഷൂട്ട് ഈസ് ഗവൺ ഇൻ എ സ്ലാൻറ്റിങ് കട്ട് അല്ലേ. സിഷൻ ഷൂട്ടിലൊരു സ്ലാൻറ്റിങ് കട്ട് കൊടുക്കുക. ആൻഡ് സിമിലർ കട്ട് ഈസ് മെയ്ഡ് ഓൺ ദ റൂട്ട് സ്റ്റോക്ക്. സ്റ്റോക്കിലും എന്ത് ചെയ്യുക, സെയിം കട്ട്, രണ്ടിലും സ്ലാൻറ്റിങ് ആയിട്ടുള്ള സെയിം കട്ട് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇതിനെ രണ്ടിനും കൂടെ ഒരുമിച്ച് പ്ലേസ് ചെയ്തിട്ട് ടുഗദറിൽ എന്ത് ചെയ്യുക, ടൈ ചെയ്ത് വെക്കുക. ഫോർ എക്സാമ്പിൾ ആപ്പിള്, പിയർ, പീച്ച് ഇവയിലൊക്കെ എന്താണ് നടക്കുന്നത്, ഈ ഒരു ടൈപ്പ് വിപ്പ് ഗ്രാഫ്റ്റിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച പിക്ചർ കാണുമ്പോൾ നമുക്കറിയാതൊക്കെ ഇത് കണ്ടോ, രണ്ടും ഒരേ ഒരു സ്ലാൻറ്റിങ് കട്ടിങ്ങിനെ കൊടുത്തിട്ട് രണ്ടും കൂടെ പ്ലേസ് ചെയ്തു. എന്നിട്ട് അതിനെ പ്രോപ്പറായിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് കവർ ചെയ്ത് വെച്ചു. ഇവിടെ എന്ത് ചെയ്യുന്നു, കെമ്പിയും തമ്മിൽ കോൺടാക്ട് വരുമ്പോൾ പാരൻകൈമ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, കാലസ് പ്രൊഡ്യൂസ് ആവുന്നു. ദെൻ ഈ കാലസ് ന്യൂ കെമ്പിയൽ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ സൈലോവും ഫ്ലോയും അത് ന്യൂ വാസ്കുലർ ടിഷ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് ഇവിടെ ഗ്രാഫ്റ്റിംഗ് നടക്കുന്നത്. അപ്പോൾ ഈ ഗ്രാഫ്റ്റിങ്ങിൽ ഫസ്റ്റ് ടൈപ്പാണ് വിപ്പ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. വിപ്പ് ഗ്രാഫ്റ്റിങ്ങിൽ എന്തായിരുന്നു, 2 പ്ലാന്റ്സ് ഉണ്ട് അല്ലേ, 2 നമ്മുടെ എ എന്നും ബി എന്നും പറഞ്ഞ 2 പ്ലാന്റ്. ഇത് രണ്ടിലും ഒരു സ്ലാൻറ്റിങ് കട്ട് കൊടുക്കുക. സിഷനിൽ കൊടുക്കുന്ന സെയിം കട്ട് തന്നെയായിരിക്കണം നമ്മൾ സ്റ്റോക്കിലും കൊടുക്കേണ്ടത്. എന്നിട്ട് രണ്ടിനെയും കൂടെ ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് പറഞ്ഞത് അല്ലേ. രണ്ടിനെ പ്രോപ്പറായിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുക. ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് ആപ്പിള്, പിയർ, പീച്ച് ഇവയിലൊക്കെയാണ് എന്ത് നടക്കുന്നത്, ഈ ഒരു ടൈപ്പ് ഓഫ് കട്ട് സാധാരണ ഗതിയിൽ നടക്കാറുള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റിംഗ് ക്ലിയർ ആയല്ലോ അല്ലേ. ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് അഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഗ്രാഫ്റ്റിംഗ് നമുക്ക് 2 ടേമാണ് ഓർക്കേണ്ടത്. ഈ താഴത്തെ സ്റ്റോക്കും ഈ സിഷനും എന്താണെന്ന് ഉള്ളത്. ദെൻ ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പീസുകൾ 2 പീസ് അല്ലെ പ്ലാന്റുകളുടെ 2 ലിവിങ് പ്ലാന്റ് ടിഷ്യൂസിൻ്റെ ലിവിങ് ആണ് 2 അല്ലേ, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ലിവിങ് ആയിട്ടുള്ള 2 പ്ലാന്റ് ടിഷ്യൂസിനെ ഒരുമിച്ച് കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരുമിച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ ഗ്രാഫ്റ്റിങ്ങിനെ നമ്മൾ എങ്ങനെയാണ് ആ ഗ്രാഫ്റ്റ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു, സെൽസിൻ്റെ ഫോർമേഷൻസ്. ഇനി ഗ്രാഫ്റ്റിംഗ് നമുക്ക് വിത്തിൻ എ ക്ലോണിൽ നടത്താം, 2 സ്പീഷീസുകൾ ബിറ്റ്വീൻ സ്പീഷീസ് നടത്താം, ബിറ്റ്വീൻ ജനറൽ നടത്താം, ബിറ്റ്വീൻ ഫാമിലീസിലല്ലേ, ഒരു ബന്ധവുമില്ലാത്ത 2 ഫാമിലികളെ വരെ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കാനും ഒക്കെ തന്നെ പറ്റും. സോ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വിപ്പ് ഗ്രാഫ്റ്റിംഗ് ആയിരുന്നു പറഞ്ഞത്. അതിൻ്റെ ഇമേജാണ് നമ്മളിപ്പോൾ കൊടുത്തത്. 2 സ്ലാൻറ്റിങ് കട്ട് കൊടുത്ത് കണ്ടോ. നമുക്ക് ഈ പിക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും അല്ലേ, 2 ടൈപ്പാണെന്ന് തന്നെ ആ പിക്ചറിൽ നിന്ന് തന്നെ കിട്ടും. നെക്സ്റ്റ് നോക്കി, വിപ്പ് ആൻഡ് ടങ് ഗ്രാഫ്റ്റിംഗ്. വിപ്പിൻ്റെ കൂടെ ഒരു ടങ് കൂടെ വന്നു. സിമിലർ ടു വിപ്പ് ഗ്രാഫ്റ്റിംഗ് എക്സ്പെക്ട് ഫോർ ദ മേക്കിംഗ് എ ടങ് ഷേപ്ഡ് കട്ട് ഇൻ ദ സെഷൻ അല്ലേ. ടങ് ഷേപ്ഡ് ആയിട്ടുള്ള കട്ട് സിഷൻ ടു ഹോൾഡ് ദ സ്റ്റോക്ക് ആൻഡ് സിഷൻ മോർ ടൈറ്റലി അല്ലേ. ഈ സ്റ്റോക്ക് സിഷനെ പ്രോപ്പറായിട്ട് ഹോൾഡ് ചെയ്യാനും മോർ എന്തായിരിക്കണം ആ ഒരു ഹോൾഡിങ് ടൈറ്റായിട്ട് വരാനും വേണ്ടിയിട്ട് സിഷനിൽ നമ്മളൊരു ടങ് ഷേപ്ഡ് കട്ട് കൊടുക്കുന്നു അല്ലേ. മറ്റേടത്തെ പോലെ തന്നെയാണ് സ്ലാൻറ്റിങ് കട്ടാണ്, അതിൽ ഷേപ്പിനൊരു വ്യത്യാസമുണ്ട്. ഒരു ടങ് ഷേപ്ഡ് കട്ടാണ് നമ്മൾ സിഷനിൽ കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയാണ്, ദ സിഷൻ ടു ഹോൾഡ് ദ സ്റ്റോക്ക് ആൻഡ് സിഷൻ മോർ ടൈറ്റായിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടി. സ്റ്റോക്ക് ആൻഡ് സിഷൻ ആർ ജോയിൻഡ് ബൈ ഇൻ്റർലോക്കിംഗ് ദ ടങ് ഓഫ് ദ സിഷൻ ആൻഡ് വിപ്പ് ഓഫ് ദ സ്റ്റോക്ക് അല്ലേ. ഇവിടെ സ്റ്റോക്കിൽ വിപ്പ് കട്ടാണ്, നമ്മൾ ചങ്കും ഇതും കൂടെ കൊടുക്കുന്നുണ്ട് അല്ലേ.
ടങ്ക് ആൻഡ് വിപ്പ് കട്ട്, വിപ്പ് ആൻഡ് ടങ്ക് എന്നാണ് നമ്മുടെ പേര്. സോ നമ്മൾ സ്റ്റോക്കിൽ ഒരു വിപ്പ് സ്ലാൻഡിങ് പൊസിഷനിലുള്ള ഒരു കട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമ്മുടെ സിഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നല്ല ഒരു ടങ്ക് ഷേപ്ഡ് ആയിട്ടുള്ളൊരു കട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവ ഇൻ്റർലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു അല്ലേ, ആ സ്ലാൻഡിങ് പൊസിഷനിലേക്ക് ഇൻ്റർലോക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് നല്ല ടൈറ്റായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് എക്സാമ്പിൾ ബൊഗെയിൻവില്ലയിലും കോട്ടണിലും ഒക്കെയാണ് ഈ ഒരു ടൈപ്പ് ഓഫ് വിപ്പ് ആൻഡ് ടങ്ക് ഗ്രാഫ്റ്റിംഗ് കാണപ്പെടുന്നത്. എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മുടെ പ്ലാന്റ് ബ്രീഡിങ്ങിൽ നമുക്ക് കുറച്ചധികം ടോപ്പിക്കുകൾ പഠിക്കാനുണ്ടായിരുന്നു. നമ്മൾ റെസിസ്റ്റൻസ് ബ്രീഡിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. മ്യൂട്ടേഷൻ ബ്രീഡിങ്, ഹൈബ്രിഡൈസേഷൻ, സെലക്ഷന്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കി. നമുക്ക് കുറച്ച് ടോപ്പിക്കിലൂടെ പ്ലാന്റ് ബ്രീഡിങ്ങിൽ നോക്കാനുണ്ട്. അതിൽ ഈ ഒരു ടോപ്പിക്ക്, ഇതൊരു ലാസ്റ്റ് പൊസിഷനിലെ ടോപ്പിക്കാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഇത് കമ്പാരിറ്റീവ്ലി സിമിലറും പഠിക്കാൻ കുറച്ചുകൂടി പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കാരണം നമുക്ക് ഒരുപാട് പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് ഇതിനകത്ത് അറിയാവുന്നത് കൊണ്ട് കുറച്ചും കൂടി പ്ലസൻ്റ് ആണ്. ബാക്കി ടോപ്പിക്കുകളും ഈ ഒരു ഇതിൽ ഫാമേഴ്സ് റൈറ്റ്സ്, അങ്ങനെ കുറച്ച് ടോപ്പിക്കുകൾ നമ്മുടെ പ്ലാന്റ് ബ്രീഡിങ്ങും കഴിയും. നമ്മൾ പോർഷൻസ് വളരെയധികം സ്പീഡിൽ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ റിവൈസ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. എപ്പോഴും പറയുന്നത് പോലെ തന്നെ പഠിച്ച് പോകുന്നതിൽ ഒരു കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. മാക്സിമം പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക അല്ലേ. നമ്മൾ മൊഡ്യൂൾ 2 അടുത്തൊരു നമ്മുടെ എവല്യൂഷനും കൂടി ആകുമ്പോൾ മൊഡ്യൂൾ 2 ഇവിടെ എൻഡ് ചെയ്യും. അതായത് നമ്മളൊരു 4-5 ക്ലാസ്സും കൂടി നമ്മുടെ മൊഡ്യൂൾ 2 കഴിയും. പിന്നുള്ളത് മൊഡ്യൂൾ 3 and 4 ആണ്. അപ്പം മൊഡ്യൂൾ 1 ഇപ്പോഴും എല്ലാവർക്കും നല്ല രീതിയിൽ ഓർമ്മയുണ്ട്. നമ്മുടെ ഫൈക്കോളജി, മൈക്കോളജി കാര്യങ്ങളൊന്നും മറന്നു പോകാനേ പാടില്ല. വളരെ നല്ല രീതിയിൽ തന്നെ ഓർത്തിരിക്കണം. മാക്സിമം റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് നോക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, വിപ്പ് ആൻഡ് ടങ്ക് ഗ്രാഫ്റ്റിംഗ് ഉണ്ട്. ഈ വിപ്പ് ആൻഡ് ടങ്ക് ഗ്രാഫ്റ്റിങ്ങിൽ എന്താ നമ്മൾ പറഞ്ഞത്, ആ സിഷനിലൊരു ടങ്ക് ഷേപ്പിടും, ഇവിടെ ഒരു വിപ്പ് ഷേപ്പിടും സ്റ്റോക്കിൽ കൊടുക്കുന്നു. രണ്ടുപേരും കൂടി ഇൻ്റർലോക്ക് ചെയ്ത് വെക്കുന്നു. ബൊഗെയിൻവില്ലയാണ് എക്സാമ്പിൾ. നെക്സ്റ്റ്, സ്പ്ലൈസ് ഗ്രാഫ്റ്റിംഗ്. സിംപ്ലസ്റ്റ് മെത്തേഡ് യൂഷ്വലി അപ്ലൈഡ് ടു ഹെർബേഷ്യസ് പ്ലാന്റ് അല്ലേ. ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡാണ്. ഹെർബേഷ്യസ് പ്ലാന്റ്സിലാണ് ഈ ഒരു ടൈപ്പ് എന്ത് ചെയ്തത്, ഗ്രാഫ്റ്റ് ചെയ്തത്. ബോത്ത് ദ സ്റ്റോക്ക് ആൻഡ് സിഷൻ മസ്റ്റ് ബി ദ സെയിം ഡയമീറ്റർ. സ്റ്റോക്കും സിഷനും സെയിം ഡയമീറ്റർ ആയിരിക്കണം. കട്ട് ഓഫ് ദ റൂട്ട് സ്റ്റോക്ക് മേക്കിംഗ് ഡയഗണൽ കട്ട് 3-4-1 inch ലോങ്. മേക്ക് ദ സെയിം ടൈപ്പ് ഓഫ് കട്ട് ദ ബേസ് ഓഫ് ദ സിഷൻ. ഫിറ്റ് ദ സിഷൻ ടു ദ സ്റ്റോക്ക് ആൻഡ് റാപ്പ് ദ ജംഗ്ഷൻ വിത്ത് എ പൊളിത്തീൻ ടൈപ്പ് അല്ലേ. നമ്മൾ പറഞ്ഞതുപോലെ രണ്ടിലും സെയിം ആയിട്ടുള്ളൊരു കട്ട് കൊടുക്കുക, രണ്ടിനും പ്രോപ്പറായിട്ട് ജോയിൻ ചെയ്യുക. അതിന് ശേഷം എന്ത് ചെയ്യുക, പൊളിത്തീൻ ഉപയോഗിച്ചിട്ട്, ടേപ്പ് ഉപയോഗിച്ചിട്ട് പ്രോപ്പറായിട്ട് കവർ ചെയ്യുക. നമ്മൾ പ്രീവിയസ്ലി കണ്ട ഇമേജ് പോലെ തന്നെ. എക്സാമ്പിൾ ക്രൈസാന്തം അല്ലേ, ക്രൈസാന്തമാണ് എക്സാമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിന് സ്പ്ലൈസ് ഗ്രാഫ്റ്റിങ്ങും എക്സാമ്പിൾ നോക്കുക. ടൈപ്പ് ഓഫ് ഗ്രാഫ്റ്റിംഗ്, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് ചോദിക്കാം അല്ലേ. സ്പ്ലൈസ് ഗ്രാഫ്റ്റിങ്ങിൽ എന്താണ് സെയിം ടൈപ്പ് ഓഫ് കട്ട്, അല്ലെങ്കിൽ ഒരു 3 point, ഇതൊക്കെ ഈ ഒരു സെൻറ്റൻസ് ഒക്കെ നിങ്ങൾ നിസ്സാരമെന്ന് വിചാരിക്കരുത്. കട്ട് ഓഫ് ദ റൂട്ട് സ്റ്റോക്ക് മേക്കിംഗ് എ ഡയഗണൽ കട്ട് 3-4 inch ലോങ്, ഇങ്ങനെയൊക്കെ നമുക്ക് തരും. ചിലപ്പോൾ ഈ 3-4 inch ലോങ് 5-4 inch, അല്ലെങ്കിൽ 1 പകരം 2 inch ലോങ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ചെയ്ത്. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വലിച്ചു വാരി നോട്ട് ഒട്ടും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. വളരെ പ്രിസൈസ്ഡ് ആയിട്ടുള്ള നോട്ടാണ്. അപ്പോൾ ഇതിൽ നിന്നൊന്നും കളയാനായിട്ട് മാക്സിമം നിൽക്കരുത്. ഫിറ്റ് ദ സിഷൻ ഓഫ് ദ സ്റ്റോക്ക് ആൻഡ് റാപ്പ് ദിസ് ജംഗ്ഷൻ വിത്ത് പൊളിത്തീൻ ടേപ്പ്. എക്സാമ്പിൾ എന്താണ്, ക്രൈസാന്തമം ആണ് അല്ലേ. ഇതാണ് സ്പ്ലൈസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഗ്രാഫ്റ്റിംഗ് നോക്കിയേ. ഇനി സൈഡ് ഗ്രാഫ്റ്റിംഗ്. Scission is inserted to the side of the stalk which is generally larger in diameter than the scission അല്ലേ. ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഷൻ എന്ത് ചെയ്യണത്, ഇൻസേർട്ട് ചെയ്യുന്നത് സ്റ്റോക്കിൻ്റെ സൈഡിലോട്ടായിരിക്കും. നമ്മൾ കുറച്ച് മുമ്പ് കണ്ടെടുത്ത് നേരെ ഇത് സ്റ്റോക്ക് ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് അങ്ങ് ഇൻസേർട്ട് ചെയ്ത് വെക്കുകയാണ് അല്ലേ. ഇവിടെ ചെയ്യുന്നത് സൈഡിലോട്ടാണ് ഇൻസേർട്ട് ചെയ്ത് വെക്കേണ്ടത് അല്ലേ. സിഷൻ ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ സൈഡ് ഓഫ് ദി സ്റ്റോക്ക് വിച്ച് ഈസ് ജനറലി ലാർജർ ഡയമീറ്റർ ദാൻ, സിഷനെക്കാട്ടിലും വലിയ ഡയമീറ്ററുള്ള സ്റ്റോക്കിലേക്ക് സിഷനെ എന്ത് ചെയ്യുക, അങ്ങ് വെക്കുക. എക്സാമ്പിൾ സിട്രസും പിയറും ഒക്കെയാണ്. ഇപ്പോൾ ശ്രദ്ധിച്ചേ, പേര് സൈഡ് ഗ്രാഫ്റ്റിംഗ്, ആ പേര് തന്നെ ഉണ്ടല്ലേ, സൈഡിലേക്കായിരിക്കും ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് വളർന്നു വരുമ്പോൾ എന്തായിരിക്കും, ഇങ്ങനെ ഒരു സൈഡിലോട്ടായിരിക്കും നമ്മുടെ ആ ഒരു ഗ്രാഫ്റ്റിംഗ് ഇരിക്കുന്നത്. സിട്രസും പിയറും ഒക്കെ നമ്മൾ എന്താണ് അങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യാറുള്ളത്. ഇനി അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ്. Two independent self-sustaining plants are grafted together. ഇവിടെ എന്താണ്, രണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രണ്ട് പ്ലാന്റ്സിനെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുകയാണ്. ആഫ്റ്റർ എ യൂണിയൻ ഹാസ് ഒക്കേർഡ്, ടോപ്പ് ഓഫ് ദ സ്റ്റോക്ക് പ്ലാന്റ് ഈസ് റിമൂവ്ഡ് എബവ് ദ ഗ്രാഫ്റ്റ്, ബേസ് ഓഫ് ദ സിഷൻ പ്ലാന്റ് ഈസ് റിമൂവ്ഡ് ബിലോ ദ ഗ്രാഫ്റ്റ് യൂണിയൻ അല്ലേ.
ഇത് അടുത്തൊരു ടൈപ്പാണ് അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ചെയ്യുന്നത്? രണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്ലാന്റുകളെ നമ്മൾ ഒരുമിച്ച് കൂട്ടിച്ചേർക്കുക ചെയ്യുന്നത്. ആഫ്റ്റർ യൂണിയൻ, ആ യൂണിയൻ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അവ ഒരുമിച്ചായി കഴിഞ്ഞിട്ട് ടോപ്പ് ഓഫ് ദ സ്റ്റോക്ക് പ്ലാന്റ് അല്ലെ, സ്റ്റോക്ക് നമുക്കറിയാമല്ലോ, ഏറ്റവും താഴത്തെ പോർഷൻ, അതിലെ ടോപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്നു. എബവ് ദ ഗ്രാഫ്റ്റ്, ബേസ് ഓഫ് ദ സിഷൻ, അതുപോലെ തന്നെ ഗ്രാഫ്റ്റിൻ്റെ സ്റ്റോക്കിൻ്റെ എബവും സിഷൻ്റെ താഴെ ബിലോ പോർഷനും നമ്മൾ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ ബൊഗെയിൻവില്ലയാണ്. നമ്മളിവിടെ പിക്ചറിൽ കാണിച്ച നമ്മുടെ പിക്ചർ ഇതിൽ ഈ താഴത്തെ ഭാഗമാണ് സ്റ്റോക്ക്. അപ്പം സ്റ്റോക്കിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്യുന്നു, അതുപോലെ തന്നെ സിഷൻ്റെ ബേസും റിമൂവ് ചെയ്ത് കളയുന്നു. അതിനാണ് നമ്മൾ അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ആർട്ടിഫിഷ്യൽ മോഡ് ഓഫ് എന്തായിരുന്നു? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആയിരുന്നു. അതിൽ തന്നെ മെയിനായിട്ടുള്ളതാണ് ബഡ്ഡിങ്, ലെയറിങ്, ഗ്രാഫ്റ്റിങ്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.